യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവവചനം സ്വീകരിക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. യേശുവേ അങ്ങയുടെ വചനം അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിതയ്ക്കണമേ. വചനം 100 മേനി ഫലം ഉളവാകട്ടെ. ശാലോം പ്രേക്ഷകരെ, കർത്താവെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചിന്തിക്കുന്നത് വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ്. ജീവിതത്തിൽ വിശ്വസ്തതയുള്ളവരായിരിക്കുക. ദൈവത്തോടുള്ള വിശ്വസ്തത, കുടുംബ ജീവിതത്തിലെ വിശ്വസ്തത, നമ്മുടെ തൊഴിൽ മേഖലകളിലെ വിശ്വസ്തത, നമ്മൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വങ്ങളോട് നമ്മൾ കാണിക്കുന്ന വിശ്വസ്തത. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനാണ്. വിശ്വസ്തതയുള്ള വ്യക്തികളായിട്ട് നമ്മളെപ്പോഴും ദൈവസന്നിധിയിൽ നിൽക്കേണ്ടിയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ അവിശ്വസ്തതയുടെ കഥകൾ കേൾക്കുന്നുണ്ട്. ഈ അടുത്ത നാളിൽ ഒരു ധ്യാനത്തിന് വന്ന സഹോദരി ഒത്തിരിയേറെ അനുതാപ ഹൃദയത്തോടെ എൻ്റെ അടുക്കൽ പങ്കുവച്ചു. അവളുടെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു, അവൾക്ക് മക്കളുണ്ട്, അവൾ തെറ്റായ സ്നേഹബന്ധങ്ങളിൽ ഉൾപ്പെട്ടു. അങ്ങനെ തൻ്റെ ശരീരം ഇഷ്ടപ്പെട്ട കാമുകനുമായിട്ട് പങ്കുവച്ചു. അവൾ കുടുംബ ജീവിതത്തിലെ ആ പരിശുദ്ധി, ആ വിശ്വസ്തത ആ സഹോദരി നഷ്ടപ്പെടുത്തി. അങ്ങനെ പല വ്യക്തികളോടൊപ്പം അവൾ പാപത്തിൽ വീണുപോയി. വലിയ ഒരു അനുതാപത്തിൽ അവളുടെ തെറ്റുകൾ അവൾ കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞു. ഇന്ന് അവളുടെ ജീവിതം ഒരു തകർന്ന അവസ്ഥയിലാണ്. അവളുടെ ഭർത്താവ് ഈ സംഭവങ്ങൾ അറിഞ്ഞു. അപ്പോൾ അവളുടെ ജീവിതം മുഴുവൻ വലിയ ഒരു കണ്ണുനീരിൽ ആയിരിക്കുകയാണ്. ആ ജീവിതത്തിൻ്റെ സുഖങ്ങൾ, ജഡത്തിൻ്റെ സുഖങ്ങൾ തേടി നമ്മൾ പോകുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 4-5 വചനങ്ങൾ.
എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതട്ടെ. എല്ലാവരുടെ ഇടയിലും എന്ന് പറഞ്ഞാൽ എല്ലാ മതസ്ഥരുടെ ഇടയിലും, എല്ലാവരുടെ ഇടയിലും വിവാഹം മാന്യമായി കരുതണം. വിവാഹ ജീവിതത്തിൽ എല്ലാവരും വിശ്വസ്തതയുള്ളവരായിരിക്കണം. അവിടെ ജാതിയോ മതമോ ഒന്നും വ്യത്യാസമില്ല. വിവാഹ ജീവിതത്തിൽ ഭർത്താവ് ഭാര്യയോട് വിശ്വസ്തതയുള്ളവനായിരിക്കണം. ഭാര്യ ഭർത്താവിനോട് വിശ്വസ്തതയുള്ള വ്യക്തിയായിരിക്കണം. ഇത് ദൈവം ഒത്തിരിയേറെ പ്രതീക്ഷിക്കുന്ന കാര്യമാണ്. വിശ്വസ്തത നിറഞ്ഞ ഒരു കുടുംബ ജീവിതം, സന്തോഷം നിറഞ്ഞ ഒരു കുടുംബ അന്തരീക്ഷം, ദൈവഭക്തിയുള്ള സന്താനങ്ങൾ, ഇതൊക്കെ ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഇവയെല്ലാം. നിങ്ങളുടെ മണവറ മലിനമാകാതിരിക്കട്ടെ, കാരണം അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. വചനം ഓർമ്മിപ്പിക്കുക, നിങ്ങളുടെ മണവറ മലിനമാകാതിരിക്കട്ടെ. നിങ്ങളുടെ മണവറ ഒരിക്കലും മലിനമാകരുത്. അവിടെ പാപകരമായ തെറ്റായ ഒരു ബന്ധം നിങ്ങളുടെ മണവറയിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ സംഭവിക്കാൻ പാടില്ല. മണവറ എന്നും പരിശുദ്ധമായിരിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം നിന്നെ ഓർമ്മിപ്പിക്കുക. മണവറ മലിനമാക്കിയവരുണ്ട്, ബെഡ്റൂം അശുദ്ധമാക്കിയവരുണ്ട്, തെറ്റായ പാപത്തിൻ്റെ ബന്ധങ്ങളിൽ മുഴുകി ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. വിവാഹ ജീവിതത്തിൻ്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു. വിവാഹമെന്ന സങ്കല്പമേ തകിടം മറിച്ചുകൊണ്ട് അനേക വിദേശ രാജ്യങ്ങളിൽ സ്ത്രീയും സ്ത്രീയും തമ്മിൽ, പുരുഷനും പുരുഷനും തമ്മിൽ ഒന്നിച്ചു ജീവിക്കുന്നു. സ്വർഗ രതിക്ക് അടിമകളായി ജീവിക്കുന്നവർ. മറ്റു ചിലരോ വിവാഹം കഴിച്ചാലും മക്കൾ വേണ്ട എന്ന ചിന്തയിലേക്ക് മാറുന്നു. ഇത് കുടുംബങ്ങളുടെ തകർച്ചയാ. സാത്താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് കുടുംബങ്ങൾ തകരണമെന്നുള്ളതാണ്. കാരണം കുടുംബങ്ങളിലൂടെയാണ് മക്കള്, തലമുറകൾ, മാനവരാശി നിലനിൽക്കുന്നത്, വളരുന്നത്. ആ കുടുംബത്തിൻ്റെ തകർച്ച ആത്യന്തികമായിട്ട് ഒരു സമൂഹത്തിൻ്റെ തകർച്ചയാണ്. കുടുംബത്തിൻ്റെ തകർച്ച ഒരു രാജ്യത്തിൻ്റെ തകർച്ചയാണ്. കുടുംബങ്ങളിൽ അശുദ്ധി കടന്നു വരാൻ പാടില്ല. ഭാര്യാഭർത്താക്കന്മാർ വിശുദ്ധിയോടെ ജീവിക്കണം. പരസ്പരം ഒരിക്കലും അവിശ്വസ്തത കാണിക്കുവാൻ പാടില്ല. തെറ്റായ ബന്ധങ്ങളോ തെറ്റായ സംസാരങ്ങളോ ഇടപെടലുകളോ നമ്മൾ ആരുമായിട്ടും ഉണ്ടാകാൻ പാടില്ല. ഇക്കാര്യത്തിൽ ഭാര്യാഭർത്താക്കന്മാർ ഒത്തിരിയേറെ ജാഗ്രത ഉള്ളവർ ആയിരിക്കണം. നിങ്ങളുടെ മണവറ ഒരിക്കലും മലിനമാകാതിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഒരിക്കലും അവിശ്വസ്തത സംഭവിക്കാതിരിക്കട്ടെ. ഇന്ന് ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവുണ്ട്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുണ്ട്. മനസ്സാക്ഷിക്ക് ഒരു മടുപ്പുമില്ല. മനസ്സാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട്, മനസ്സാക്ഷിയുടെ സ്വരത്തെ ചവിട്ടിമെതിച്ചുകൊണ്ട് പാപസുഖം തേടുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഇത് ദൈവസന്നിധിയിൽ ഗൗരവമേറിയ പാപമാണ്. അതുമാത്രമല്ല, ഇത് കുടുംബത്തിൻ്റെ, സമൂഹത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുകയാണ്. അസാന്മാർഗികളെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും. ഞങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ. അസാന്മാർഗികൾ, വ്യഭിചാരികൾ, ഇവരെ ദൈവം വിധിക്കും. ഇന്നലെ ഒരു വ്യക്തി എന്നോട് പറഞ്ഞ ഒരു അനുഭവമാണ്. നമുക്ക് ഒത്തിരിയേറെ സങ്കടം തോന്നും. ഒരു ഭർത്താവ് തൻ്റെ ഭാര്യയെ വിട്ട്
മറ്റൊരു സ്ത്രീയോടൊപ്പമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ആ ഭാര്യ പറയുന്നു, ഭർത്താവ് പറയുന്നു, എനിക്ക് നിന്നെ വേണ്ട, നിൻ്റെ കൂടെ ഒന്നിച്ചു കഴിയാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. മറ്റൊരു സ്ത്രീയുമായിട്ട് അടുപ്പത്തിലാണ്, എനിക്ക് അവളെ മതി, അവളെ ഉപേക്ഷിച്ച് എനിക്കൊരു ജീവിതമില്ല. അവളുടെ ഭർത്താവ് മരിച്ചു പോയതാണ്. ഈ മനുഷ്യന് അവളുമായിട്ടുള്ള ബന്ധത്തിലാണ്, അവൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, അവളുമായിട്ട് ഒന്നിച്ചു ജീവിക്കുകയാണ്. ഈ വിട്ടമ്മ കണ്ണുനീരോടെ പറയുന്നു, എൻ്റെ ഭർത്താവ് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിന്നെ ഉൾക്കൊള്ളുവാൻ, അംഗീകരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. പലപ്പോഴും ശാരീരികമായിട്ട് ക്രൂരമായിട്ട് ഉപദ്രവിക്കും എതിർത്തു കഴിഞ്ഞാൽ. അങ്ങനെ നിശബ്ദമായിട്ട് സഹിച്ചുകൊണ്ട് തൻ്റെ വീട്ടിൽ കുഞ്ഞുങ്ങളോടൊപ്പം കഴിയുന്ന ഒരു സ്ത്രീയുടെ നൊമ്പരം. വ്യഭിചാരികളെ, അസാന്മാർഗികളെ കർത്താവ് വിധിക്കുന്ന ഒരു ദിവസമുണ്ട്. തുടർന്ന് വചനത്തിൽ പറയുന്നു, ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രരായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. പണത്തോടുള്ള അമിതമായ താല്പര്യം, ഏതു വിധത്തിലും എന്ത് മാർഗം ഉപയോഗിച്ചും പണം സമ്പാദിക്കാനുള്ള വ്യഗ്രത, ഇത് ഒരിക്കലും പാടില്ല. നമുക്ക് ജീവിക്കുവാൻ പണം വേണം, പക്ഷേ പണമുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരായിട്ട് മാറി അവസാനം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവരായി നമ്മൾ തീരും. അത് നമ്മൾ തിരിച്ചറിയണം. അത് വിശ്വസ്തത, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് കുടുംബ ജീവിതത്തിലെ വിശ്വസ്തത ദൈവം ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തതയിൽ ജീവിക്കുന്നവർ മനസ്സിലാക്കണം, ഈ പാപം ഇത് നിങ്ങളുടെ കുടുംബത്തെ വേട്ടയാടും. ഈ പാപം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കും. ഈ പാപം നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടിത്തറ തകർത്ത് കളയും. പിന്മാറുക. തെറ്റായ ബന്ധങ്ങളിൽ ജീവിക്കുന്ന എല്ലാ ഭാര്യാഭർത്താക്കന്മാരും ആ ബന്ധം അവസാനിപ്പിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരിക, അനുദപിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക. കർത്താവ് നിങ്ങളുടെ കുടുംബത്തോട് കരുണ കാണിക്കും. നിങ്ങളുടെ മണവറയിൽ, നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരിക്കലും പാപത്തിൻ്റെ സുഖത്തിന് ഇടം കൊടുക്കരുത്. നിങ്ങളുടെ ബെഡ്റൂമിൽ ഒരിക്കലും പിശാച് കുടിയിരിക്കുവാൻ ഇടയാകരുത്. വിശുദ്ധിയുള്ളവരായിട്ട് നമുക്ക് മാറാം. ഇനി വിശ്വസ്തത ഇല്ലാത്ത മറ്റൊരു മേഖലയാണ്, ദൈവ ശുശ്രൂഷക്കായിട്ട് ഇറങ്ങിയ അനേക വ്യക്തികളുണ്ട്. ഒത്തിരിയേറെ ആത്മാർത്ഥയോടെ ദൈവരാജ്യത്തിനു വേണ്ടി പണി എടുക്കുന്നവർ ഉണ്ട്. എല്ലാം മറന്ന് കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ പണിയെടുക്കുന്നവർ ധാരാളമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മറുവശമുണ്ട്, ദൈവത്തോട് അവിശ്വസ്തത കാണിക്കുന്ന, ദൈവം വിളിച്ച വിളിക്ക് വിശ്വസ്തനാകാതെ പാപസുഖങ്ങളിലും ദ്രവ്യാസക്തിയിലും ലോകത്തിൻ്റെ മോഹങ്ങളും ജീവിക്കുന്ന അനേകം ശുശ്രൂഷകരെയും ഇന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹെബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം, മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്ന പോലെ അവനും തന്നെ നിയോഗിച്ചവനോട് വിശ്വസ്തനായിരുന്നു. മോശ ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. മോശ ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. എന്നെ തിരഞ്ഞെടുത്ത എൻ്റെ ദൈവത്തോട് എൻ്റെ ശുശ്രൂഷയിൽ ഞാൻ വിശ്വസ്തനായിരിക്കണം. എൻ്റെ ദൈവത്തോട് ഒരിക്കലും ഞാൻ അവിശ്വസ്തത കാണിക്കാൻ പാടില്ല. അനേകം ശുശ്രൂഷകർ, ഒത്തിരിയേറെ ആത്മാഭിഷേകമൊക്കെ ഉണ്ടായിരുന്നവർ ഒക്കെ വീണുപോയി. ശുശ്രൂഷാ രംഗത്ത് കത്തിജ്വലിച്ചു നിന്ന വിളക്കായിരുന്ന പലരും എണ്ണ വറ്റി തിരികെട്ടുപോയി. ദൈവത്തോടുള്ള വിശ്വസ്തത നഷ്ടമാകുമ്പോൾ വിളക്ക് കെട്ടുപോകും, എണ്ണ വറ്റിപ്പോകും. ദൈവത്തോടുള്ള വിശ്വസ്തതയാ നമ്മളെ അഭിഷേകത്തിൽ നിലനിർത്തുന്നത്. നമുക്ക് നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം, കർത്താവ് നമ്മളെ ഏത് കാര്യത്തിന് വിളിച്ച് വേർതിരിച്ചോ ആ കാര്യത്തിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരായിരിക്കണം. ലോകവും
ലോകത്തിൻ്റെ സുഖങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും ദ്രവ്യാസക്തിയിലും ഒക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മീയ തകർച്ചയ്ക്ക് കാരണമാകും. നമ്മളെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവനോട് എന്നും നമുക്ക് വിശ്വസ്തത ഉള്ളവരായിരിക്കാം. നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അവിശ്വസ്തത കാണിക്കുവാനായിട്ട് പാടില്ല. ഓരോ ശുശ്രൂഷകരും ഹൃദയം പരിശോധിക്കണം. ദൈവരാജ്യ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഹൃദയം പരിശോധിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ശുശ്രൂഷ പ്രീതികരമാണോ? എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ 100% ആത്മാർത്ഥതയോടെ വിശ്വസ്തയോടെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ ഹൃദയം നിർമ്മലമാണോ? എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിന്ന് നമുക്ക് പരിശോധിക്കാം. ഹെബ്രായ ലേഖനം 3:5 ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഭൃത്യനെ പോലെ വിശ്വസ്തനായിരുന്നു. ദൈവത്തിൻ്റെ ഭവനം മുഴുവനിലും മോശ ഒരു ഭൃത്യനെ പോലെ നിശബ്ദനായിരുന്നു, വിശ്വസ്തനായിരുന്നു. ദൈവത്തിന് മുൻപിൽ നിശബ്ദനായിട്ടിരുന്ന് രാപകൽ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ സ്വരം കേട്ട് ദൈവജനത്തെ നയിച്ച വലിയ പ്രവാചകനാ മോശ. ദൈവത്തിൻ്റെ ഭവനത്തിൽ വിശ്വസ്തനായിരുന്നു. ദൈവം ഏൽപ്പിച്ച കാര്യങ്ങൾ വിശ്വസ്തയോടെ മോശ ചെയ്തു. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ വലിയ കാര്യത്തിൽ വിശ്വസ്തനായിരിക്കും. ദൈവം ഏൽപ്പിക്കുന്ന ചെറിയ ശുശ്രൂഷകൾ വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുമ്പോൾ അവിടുന്ന് വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. ചെറിയ കാര്യത്തിൽ വിശ്വസ്തത തെളിയിച്ചവരെയാണ് ദൈവം വലിയ കാര്യങ്ങൾ ഏൽപ്പിച്ച് വളർത്തുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിൽ വിശ്വസ്തത അനിവാര്യമാണ്. ആത്മീയ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തത അനിവാര്യം തന്നെയാണ്. അതുപോലെ നമ്മുടെ തൊഴിൽ മേഖല, ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മണ്ഡലങ്ങൾ, അത് എന്തുമാവട്ടെ, ബിസിനസ്, ജോലി, ഏതു മേഖലയുമാണെങ്കിലും അവിടെയെല്ലാം നമ്മൾ വിശ്വസ്തത ഉള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ നീതിക്കെതിരായി ഒരിക്കലും നമ്മൾ പ്രവർത്തിക്കുവാനായിട്ട് പാടില്ല. എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സഹോദരനോട് നീതി പ്രവർത്തിച്ചുകൊണ്ട് വിശ്വസ്തയോടെ നമുക്ക് ആയിരിക്കാനായിട്ട് ഏറെ പരിശ്രമിക്കാം. നിന്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകളിൽ അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. എന്നും ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് വിശ്വസ്തനായിരിക്കാം. അവിടുന്ന് നമ്മളെ പരിശോധിക്കുമ്പോൾ നമ്മൾ 100% വിശ്വസ്തതയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മാന്യം കൂടാതെ തീഷ്ണമായി നമുക്ക് മുന്നേറാം. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകരെ, നിങ്ങൾ വീണുപോയെങ്കിൽ എഴുന്നേൽക്കുക, മുട്ടയടിക്കുക, ദൈവസന്നിധിയിൽ നിലവിളിക്കുക. ദൈവത്തിന് മുമ്പിൽ ചെയ്തിട്ടുള്ള അവിശ്വസ്തതകൾക്ക് കണ്ണുനീരോടെ മാപ്പ് ചോദിക്കുക. കർത്താവ് നിന്നോട് കരുണ കാണിക്കും. നമുക്ക് എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. 2 കരങ്ങൾ ദൈവത്തിലേക്ക് ഉയർത്താം. കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, അനേകം കുടുംബങ്ങൾ തകർന്നു പോകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അവിശ്വസ്തത കാണിക്കുന്നു. അനേകം ശുശ്രൂഷകർ ദൈവ ശുശ്രൂഷയിൽ അവിശ്വസ്തത കാണിക്കുന്നു, ആത്മവഞ്ചന കാണിക്കുന്നു. വ്യക്തികൾ അവരുടെ ജീവിത മണ്ഡലങ്ങളിൽ അവിശ്വസ്തത കാണിക്കുന്നു. ഇതിലൂടെ കർത്താവേ, കുടുംബങ്ങൾ തകരുന്നു, സമൂഹം തകരുന്നു. അനേക വ്യക്തികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പാപം ചെയ്തു കൂട്ടുകയാണ്. കർത്താവേ, കരുണ വർഷിക്കണമേ. അവിശ്വസ്തതയിൽ ജീവിക്കുന്നതിന് മേൽ അങ്ങയുടെ കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസ്തതയോടെ എന്നും ദൈവത്തിൻ്റെ തിരുമുമ്പിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവേ, എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ 100% വിശ്വസ്തതാപൂർവ്വം ചെയ്യുവാൻ ഞങ്ങളുടെ ആത്മാവിൻ്റെ കരുത്തും ബലവും ശക്തിയും
എനിക്ക് നൽകണമേ. എല്ലാം മറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ, അവിശ്വസ്തമായ ജീവിതം നയിച്ചവർക്ക് അനുതാപത്തിൻ്റെ കൃപ കൊടുക്കണമേ. ദൈവസന്നിധിയിൽ ഒന്ന് പൊട്ടിക്കരയുവാൻ കൃപ കൊടുക്കണമേ. ശുശ്രൂഷകളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. മാർച്ച് 2017 ഇവർ നമ്മുടെ ധ്യാനം കൂടിയതാണ്. ഡോക്ടർ ടോണി, ഇവർക്ക് 10 വർഷം കഴിഞ്ഞിട്ട് മക്കളിലായിരുന്നു. അവസാനം ഒരു തരത്തിലും മക്കളെ കിട്ടത്തില്ല എന്നാണ് വൈദ്യശാസ്ത്രം, ഡോക്ടർ തന്നെ പറയുന്നത്. ആ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി. അന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് ഒരു ആൺകുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ച ആ സാക്ഷ്യം നമുക്ക് ഇപ്പോൾ കേൾക്കാം. ഈശോയെ നന്ദി. എൻ്റെ പേര് ടോണി. ഞാൻ വണ്ണപ്പുറം അർച്ചന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ ഭാര്യയുടെ പേര് സിന്ധു. ഇൻഫോ പാർക്ക് കാക്കനാടിൽ വർക്ക് ചെയ്യുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പല ഹോസ്പിറ്റലിൽ, CMC, വെല്ലൂർ, അങ്ങനെ പല ഹോസ്പിറ്റലിൽ പോയി. കുറേ കാശൊക്കെ പോയി. അവസാനം മാർച്ച് 2017 ഇവിടെ വന്നു. പിറ്റേ മാസം തന്നെ എല്ലാ ടെസ്റ്റും പോസിറ്റീവായി. അവസാനം ഡിസംബർ 26-ാം തീയതി ഞങ്ങളെ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണ് എന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി. പക്ഷേ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ജോസഫ് എന്ന മിടുക്കനായ ഒരു കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിച്ചു. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ ഇടപെടലാണിത്. യേശുവിന് മഹത്വം. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. സങ്കീർത്തനം 113:9, വന്ധ്യയ്ക്ക് ഞാൻ വസതി നൽകും, മക്കളെ നൽകി അനുഗ്രഹിക്കും. യേശയ്യ 66:9, ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? ഒരിക്കലുമില്ല. ഗർഭപാത്രത്തെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ജെറമിയ 29:6, നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവണം, അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കണം, അവർക്ക് മക്കളുണ്ടാവണം, നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങൾ പെരുകണം. നിങ്ങളുടെ സംഖ്യ കുറയരുത്, നിങ്ങൾ പെരുകണം. ഹല്ലേലൂയ. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. യൗവനത്തിൻ്റെ മക്കൾ ആരാണ്? പടയാളിയുടെ അസ്ത്രം പോലാണ്. അവൾ യൗവനത്തിൽ വിവാഹം കഴിക്കണം, യൗവനത്തിൽ ധാരാളം മക്കളുണ്ടാവണം. ഒറ്റ വാക്കി പറഞ്ഞാൽ, ഒരു 25 വയസ്സിൽ കല്യാണം കഴിച്ചാൽ ഒരു 10 വർഷം 35 വയസ്സാകുമ്പോഴത്തേക്കും മിനിമം ഒരു 5 മക്കൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തോട് കാണിച്ച കരുണയ്ക്ക് നന്ദി പറയാം. കരമുയർത്തി ഒന്നുകൂടെ അനുഗ്രഹിച്ച് ഇനിയും മക്കളെ കൊടുക്കാൻ അനുഗ്രഹിച്ച്. ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിന് നൽകിയ ഈ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇനിയും മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ. മക്കളുടെ സമൃദ്ധി ഉണ്ടാവട്ടെ, അനുഗ്രഹം ഒഴുകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. യേശു ആരിലും വലിയവൻ, വലിയവൻ യേശു. യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ സൗഖ്യദായകൻ, പാപമോചകൻ, സൗഖ്യദായകൻ, പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ, കരുണാമയൻ, സ്നേഹഗായകൻ, കരുണാമയൻ, സ്നേഹഗായകൻ. യേശു യേശു ആരിലും വലിയവൻ, വലിയവൻ ആരിലും വലിയവൻ, വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്, ദുഃഖവും
ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു